ചെറിയൊരു യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ് ജർമ്മനിയിലെ ഫ്ലൻസ്ബുർഗിൽ നിന്ന് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്യാപിറ്റലായ പ്രാഗിലേക്ക്. ഫ്ലൻസ്ബുർഗിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റീജിയണൽ എക്സ്പ്രസ്സിൽ ഹാംബുർഗിലെ റെയിൽവേ സ്റ്റേഷനിലെത്തി ഹാംബുർഗ് ഹൗട്ട്ബാനോഫിൽ നിന്ന് ഫുൾഡേയിലേക്കാണ് ഞങ്ങളുടെ ആദ്യത്തെ യാത്ര. ബസ്സിൽ 10 മിനിറ്റ് യാത്ര ചെയ്താൽ ഫ്ലൻസ്ബുർഗ് ഹൗട്ട്ബാനോഫിലെത്താം. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴേ തന്നെ ഹാംബുർഗിലേക്ക് പോകേണ്ട റീജിയണൽ എക്സ്പ്രസ് വന്ന് കിടപ്പുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഏകദേശം 2 മണിക്കൂർ സമയമെടുക്കും ഹാംബുർഗ് ഹൗട്ട്ബാനോഫിലെത്താൻ. ഹാംബുർഗ് ഹൗട്ട്ബാനോഫിൽ നിന്ന് ഫുൾഡേയിലേക്ക് പോകേണ്ട IC എക്സ്പ്രസിൻ്റെ ടിക്കറ്റ് ഏകദേശം 1 മാസത്തിന് മുൻപ് തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ജർമ്മനിയിലെ തന്നെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റെയിൽവേ സ്റ്റേഷനായ ഹാംബുർഗ് ഹൗട്ട്ബാനോഫിനെ നാട്ടിലെ ആലുവ റെയിൽവേ സ്റ്റേഷനുമായി സാൻജോ കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഹാംബുർഗിൽ നിന്ന് ട്രെയിൻ കയറുന്നതിന് മുന്നേ രാത്രി കഴിക്കുന്നതിനുള്ള ഫുഡ് തപ്പി ഞങ്ങൾ പുറത്തിറങ്ങി. റവയിൽ നിന്ന് ചിക്കൻ റോളും അത്യാവശ്യം കുടിക്കാനുള്ള വെള്ളവും വാങ്ങി. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ 2 മണിക്കൂറിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ ഫുൾഡേയിലേക്ക് പോകേണ്ട IC എക്സ്പ്രസ് വന്നു. സാധാരണ ജർമ്മൻ റീജിയണൽ എക്സ്പ്രസിനേക്കാളും സ്പേഷ്യസും സ്പീഡുമാണ് ICയുടെ പ്രത്യേകത. ജർമ്മനിയിലെത്തിയതിന് ശേഷം ലോൺലിനെസ് കുറയ്ക്കാനും ഹാപ്പിനെസ് കൂട്ടാനും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഈ യാത്രകളാണ്. ഫുൾഡ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കുറച്ച് സമയത്തെ കാത്തിരിപ്പിനൊടുവിൽ യൂറോസിറ്റി ട്രെയിൻ വന്നു. യൂറോസിറ്റി ട്രെയിൻസ് അതിൻ്റെ പേര് പോലെ തന്നെ യൂറോപ്യൻ ബോർഡർ ക്രോസ് ചെയ്യാൻ സഹായിക്കുന്ന ട്രെയിനുകളാണ്. അതായത് ജർമ്മനിയിലെ ഒരു സിറ്റിയിൽ നിന്ന് നെയ്ബറിംഗ് കൺട്രീസിലെ വലിയൊരു സിറ്റിയിലേക്കോ അതിൻ്റെ ക്യാപിറ്റലിലേക്കോ ആയിരിക്കും അതിൻ്റെ എൻഡ് ഡെസ്റ്റിനേഷൻ. നീണ്ട 7 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അങ്ങനെ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ തലസ്ഥാനമായ പ്രാഗിലെത്തി. സെൻട്രൽ യൂറോപ്പിൻ്റെ തന്നെ കൾച്ചറൽ ആൻഡ് എക്കണോമിക് ഹബ് എന്നാണ് പ്രാഗിനെ വിശേഷിപ്പിക്കുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിലെ തന്നെ ഏറ്റവും വലിയ സിറ്റിയായ പ്രാഗിനെ ജർമ്മനിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ലിവിംഗ് എക്സ്പെൻസ് വളരെ കുറവാണ്. ചെക്ക് ഭാഷയിൽ പ്രാഗിന് പ്രാഹ എന്നാണ് പറയുക. ജർമ്മൻ പോലുള്ള ഒരു യൂറോപ്യൻ രാജ്യത്ത് ഷെങ്കൻ വിസയുള്ളപ്പോൾ നെയ്ബറിംഗ് കൺട്രി വിസിറ്റ് ചെയ്യുക എളുപ്പമുള്ള കാര്യമാണ്. ഞങ്ങൾ ക്രിസ്മസ് ടൈം സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രാഗിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 15 മിനിറ്റ് സമയം നടക്കാനുണ്ടായിരുന്നു ഹോട്ടൽ റൂമിലേക്ക്. പ്രാഗ് സിറ്റിയിലെ തന്നെ വൺ ഓഫ് ദ ചീപ്പസ്റ്റ് ഹോട്ടലാണെങ്കിലും ആവശ്യത്തിലധികമുള്ള എല്ലാ സൗകര്യങ്ങളും ഹോട്ടലിലുണ്ട്. ലഗേജ് ഹോട്ടൽ റൂമിൽ വെച്ചതിന് ശേഷം പ്രാഗിലെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ അസ്ട്രോണമിക്കൽ ക്ലോക്ക് ടവറിലേക്കാണ് പോയത്. പോകുന്ന വഴിയിൽ ചെക്കിലെ തന്നെ ഏറ്റവും വലുതും പ്രാഗിലെ ഇമ്പോർട്ടൻറ്റുമായ ക്രിസ്മസ് മാർക്കറ്റാണ് ഈ കാണുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള 3ാമത്തേതും ഇപ്പോഴും പ്രവർത്തിക്കുന്നതുമായ അസ്ട്രോണമിക്കൽ ക്ലോക്കാണ് പ്രാഗിലുള്ളത്. ഈ ക്ലോക്കിന് പിന്നിലുള്ള മറ്റൊരു മിത്ത് എന്തെന്നാൽ ഇത് പ്രവർത്തിക്കാതാകുമ്പോഴൊക്കെ ചെക്കിന് മോശം സമയമാണെന്ന് വിശ്വസിച്ച് വരുന്ന ഒരു ജനക്കൂട്ടം ഇപ്പോഴും അവിടെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ അസ്ട്രോണമിക്കൽ ക്ലോക്ക് കണ്ടതിന് ശേഷം പ്രാഗിലെ 2ാമത്തെ ഡെസ്റ്റിനേഷനായ ചാൾസ് ബ്രിഡ്ജിലേക്കാണ് പിന്നെ പോയത്. ഈ കാണുന്നത് ചാൾസ് ബ്രിഡ്ജിൻ്റെ എൻട്രൻസ് ടവറാണ്. ഇതിൻ്റെ യഥാർത്ഥ പേര് സ്റ്റോൺ ബ്രിഡ്ജ് അഥവാ പ്രാഗ് ബ്രിഡ്ജ് എന്നാണെങ്കിലും ചാൾസ് രാജാവിൻ്റെ സമയത്ത് കൺസ്ട്രക്ഷൻ തുടങ്ങിയതിനാൽ ഇപ്പോൾ ചാൾസ് ബ്രിഡ്ജ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരുപാട് ഹിസ്റ്റോറിക് ഇവൻസിന് സാക്ഷ്യം വഹിച്ച ചാൾസ് ബ്രിഡ്ജ് വൽത്താവ നദിക്ക് കുറുകെ പ്രാഗിലെ ഓൾഡ് ടൗണിനെയും പ്രാഗ് കാസിലിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ്. ചാൾസ് ബ്രിഡ്ജിലെ കാഴ്ചകൾക്ക് ശേഷം ക്രിസ്മസ് മാർക്കറ്റിലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ് പിന്നെ ഞങ്ങൾ പോയത്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പലതരം വൈൻ വെറൈറ്റികളും സ്റ്റീക്കുമായിരുന്നു ഹൈലൈറ്റ്സ്. ചൂടുള്ള സ്ട്രോബെറി വൈൻ കുടിച്ച് അമൽമാത്തൻ എക്സ്പ്രഷൻ വാരി വിതറുന്നുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ ഡാൻസിങ് ഹൗസ് കാണാൻ വേണ്ടിയാണ് പോയത്. മോഡേൺ ആർക്കിടെക്റ്റിൻ്റെ സിമ്പിളായിട്ടാണ് പ്രാഗിൽ ഇപ്പോൾ ഈ ബിൽഡിംഗ് ഉള്ളത്. വിശപ്പിൻ്റെ ചൂളം വിളി എത്തിയതിനാൽ ഫസ്റ്റ് ദിവസത്തെ സൈറ്റ് സീയിങ് ഒക്കെ മാറ്റിവെച്ച് ഞങ്ങൾ ബർഗർ കിങ്ങിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നു. യാത്രയുടെ ക്ഷീണവും തണുപ്പും കാരണം എങ്ങനെങ്കിലും ഫുഡ് കഴിച്ച് തിരിച്ച് റൂമിലെത്തി ഉറങ്ങുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അപ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. നേരത്തെ കുടിക്കുമ്പോഴാണെങ്കിൽ ഇപ്പോൾ കഴിക്കുമ്പോൾ പുതിയ എക്സ്പ്രഷൻ ഇട്ട് മാത്തച്ഛൻ വീഡിയോയ്ക്ക് കൂടുതൽ മികവേകി. രാത്രി ഫുഡ് കഴിച്ച് തിരിച്ച് റൂമിൽ വന്ന് ക്രിസ്മസ് മാർക്കറ്റിൽ ഒന്നുകൂടെ പോയെങ്കിലും ക്ഷീണം കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പ്രാഗിലെ 2ാമത്തെ ദിവസം ആദ്യമേ തന്നെ പ്രാഗ് കാസിലിലേക്കാണ് ഞങ്ങൾ പോയത്.
ക്രിസ്മസിൻ്റെ തലേന്നും ക്രിസ്മസിൻ്റെ അന്നും സ്നോയിങ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ചെല്ലുമ്പോൾ നല്ല പ്ലസൻ്റായിട്ടുള്ളൊരു വെതറായിരുന്നു പ്രാഗിലുണ്ടായിരുന്നത്. ഏകദേശം 287 സ്റ്റെപ്പുകൾ കയറി വേണം പ്രാഗ് കാസിലിൽ എത്താൻ. മുകളിലെത്തുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് പ്രാഗ് സിറ്റി മുഴുവൻ കാണാൻ പറ്റുന്ന അടിപൊളി ഒരു വ്യൂ ആണ്. പ്രാഗ് കാസിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൊഹറൻ്റ് കാസിൽ കോംപ്ലക്സ് ആണ്. പ്രാഗ് കാസിൽ ചെക്ക് റിപ്പബ്ലിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസായും വർക്ക് പ്ലേസായും ഒരേ സമയം പ്രവർത്തിക്കുന്നു. ഈ കവാടം കടന്നെത്തുന്നത് കാസിലിൻ്റെ മറ്റൊരു സൈഡിലെ ബിൽഡിംഗ് കോംപ്ലക്സിലേക്കാണ്. 9th സെഞ്ച്വറിയിൽ കൺസ്ട്രക്റ്റ് ചെയ്യപ്പെട്ട ഈ കാസിൽ കോംപ്ലക്സ് വർഷങ്ങൾക്ക് മുമ്പ് റോമൻ എംപയേഴ്സിൻ്റെയും ചെക്കോസ്ലോവാക്യൻ പ്രസിഡന്റ്മാരുടെയും റൂളിംഗ് പ്ലേസ് ആയിരുന്നു. കാസിലിൽ നിന്നിറങ്ങി ഉച്ചക്കിലത്തെ ഫുഡ് കഴിക്കാനായി ഒരു ഈജിപ്ഷ്യൻ ഡ്യോണർ ഷോപ്പിലേക്കാണ് ഞങ്ങൾ പോയത്. ജർമ്മനിയിലെ ഡ്യോണർ ഷോപ്പുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറേയധികം ഫുഡ് ഓപ്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. ജർമ്മനിയിലെത്തിയതിന് ശേഷം മന്തി റൈസ് കഴിക്കാത്തത് കൊണ്ട് തന്നെ മന്തി റൈസ് വരുന്ന ഒരു ഫുൾ മീൽസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പ്രാഗിൽ നിന്ന് ഞങ്ങൾ കഴിച്ച എല്ലാ ഫുഡും തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ടേസ്റ്റ് വൈസ് നല്ലതുമായിരുന്നു. അവിടെ നിന്നിറങ്ങിയ ഞങ്ങളുടെ മുന്നിൽ കണ്ടു തീർക്കാനായി ലിസ്റ്റിലുള്ള 3 ഡെസ്റ്റിനേഷൻസ് പിന്നെയും ബാക്കിയുണ്ട്. അതിൽ ആദ്യത്തേതാണ് പ്രാഗിലുള്ള ഇലൂഷൻ മ്യൂസിയം. അതിനായി ഞങ്ങൾ ട്രാമിൽ കയറി ഇലൂഷൻ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലുള്ള സ്റ്റോപ്പിലിറങ്ങി. പ്രാഗിൽ വരുന്ന മിക്ക ടൂറിസ്റ്റും സ്കിപ്പ് ചെയ്യാതെ വിസിറ്റ് ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് പ്രാഗിലെ ഈ ഇലൂഷൻ മ്യൂസിയം. സാൻജോ ആയിരുന്നു ഇലൂഷൻ മ്യൂസിയത്തിലെ ഞങ്ങളുടെ ഗൈഡ്. എവിടെ നിന്നാണെന്നറിയില്ല, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവൻ വാതോരാതെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ റൊട്ടേറ്റിംഗ് ഹെഡ് വിസിറ്റ് ചെയ്യാനായി വന്നു. എല്ലാ 15 മിനിറ്റ് കൂടുമ്പോഴും റൊട്ടേഷൻ ചേഞ്ച് ആകുന്ന ഈ മൂവിംഗ് ഹെഡ് പ്രശസ്ത എഴുത്തുകാരനായ ഫ്രാൻസ് കഫ്കയുടേതാണ്. 42 ടൺ ഭാരമുള്ള 24 സ്റ്റെയിൻലെസ് സ്റ്റീലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ റൊട്ടേറ്റിംഗ് ഹെഡ് മൂവ് ചെയ്യുന്നത് ആരാണെങ്കിലും നോക്കി നിന്നു പോകും. ട്രെയിൻ ടൈമും ബഡ്ജറ്റും മാച്ച് ചെയ്യാതെ വന്നതുകൊണ്ട് പ്രാഗിലെ ഞങ്ങളുടെ 2ാമത്തെ ദിവസത്തെ 3ാമത്തെ ഡെസ്റ്റിനേഷനായ TV ടവർ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. എന്നാലും തിരിച്ച് റൂമിലേക്ക് പോകുന്ന വഴി ചാൾസ് ബ്രിഡ്ജിൻ്റെ മറ്റൊരു സൈഡിൽ നിന്നുള്ള നല്ലൊരു വ്യൂ ഞങ്ങൾക്ക് കാണാൻ പറ്റി. തിരിച്ച് ട്രെയിൻ കയറുന്നതിന് മുന്നേ മിസ് ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് പ്രാഗിലെ ചിമ്നി കേക്കുകൾ. മാവ് കുഴച്ച് അത് കമ്പിയിൽ ചുറ്റിച്ച് ബേക്ക് ചെയ്തിട്ടാണ് ചിമ്നി കേക്കുകൾ എന്ന് പറയുന്ന ഒരുതരം ഐസ്ക്രീം വകഭേദം ഉണ്ടാക്കിയെടുക്കുന്നത്. ഹംഗറിയാണ് ഇതിൻ്റെ ഒറിജിനെങ്കിലും പ്രാഗിൽ ചിമ്നി കേക്കുകൾ വളരെ പോപ്പുലറാണ്. ഇത് പല ഫ്ലേവറിൽ പല ക്വാണ്ടിറ്റിയിൽ നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഓരോ പ്ലേസിൻ്റെയും ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ സുവനിയറും. പ്രാഗിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു കയറുന്നതിന് മുന്നേയായി അത്യാവശ്യം കളക്ഷനുള്ള ഒരു സുവനിയർ ഷോപ്പിൽ കയറി. പ്രാഗിലെ ഞങ്ങളുടെ ഈ യാത്ര മരിക്കും വരെ ഓർമ്മിക്കാൻ ഈ സുവനിയറുകൾക്കാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ച്യൂസ്.